ടാലന്റ് ഓൺലൈൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫെബ്രുവരി 27 തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ്. വരൂ ക്ലാസ്സിലേക്ക് കടക്കാം. ഇനി നമുക്ക് വരാനുള്ള PSCയുടെ ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലന്റ് അക്കാദമിയുടെ ഡിഗ്രി ലെവൽ റെക്കോർഡ് കോഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഈ കോഴ്സിലൂടെ നിങ്ങൾക്ക് 400-ലധികം മണിക്കൂറുകൾ വരുന്ന ക്ലാസ്സുകളാണ് ലഭ്യമാവുന്നത്. മുൻവർഷ ചോദ്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ മോഡൽ എക്സാമും ടോപ്പിക് വൈസ് എക്സാമും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഇനി SCERT പാഠഭാഗങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കോഴ്സിന്റെ പ്രൈസ് വരുന്നത് 2499 രൂപ മാത്രമാണ്. ഉടൻ തന്നെ കോഴ്സിൽ ജോയിൻ ചെയ്യാനായി സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇനി വരുന്ന +2 ലെവൽ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലന്റ് അക്കാദമിയുടെ മറ്റൊരു സ്പെഷ്യൽ റെക്കോർഡ് കോഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു കോഴ്സിന്റെ പ്രൈസ് വരുന്നത് 1499 രൂപ മാത്രമാണ്. ഈ ഒരു കോഴ്സിലൂടെ ഇനി നമുക്ക് വരാനുള്ള സിവിൽ പോലീസ് ഓഫീസർ, അതേപോലെ സിവിൽ എക്സൈസ് ഓഫീസർ, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ, ഫയർമാൻ, ഫയർവുമൺ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക് ഇല്ലാതെ യൂണിഫോം പോസ്റ്റിന് വേണ്ടിയിട്ടുള്ള ബാക്കി സിലബസ് നമുക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കോഴ്സ് തയ്യാറാക്കിയിട്ടുള്ളത്. ഉടൻ തന്നെ കോഴ്സിൽ ജോയിൻ ചെയ്യാനായി ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഇന്ന് ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു അപ്പോയിന്റ്മെന്റ് ആണ്. അപ്പോൾ നെതർലാൻഡ്സിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായി നിയമിതനായിരിക്കുന്നത് അല്ലെങ്കിൽ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത് ആരാണെന്ന് ഓർത്തു വെക്കാം. റോബ് ജെറ്റർ ആണ്. ആരാണ്? റോബ് ജെറ്റർ ആണ്. ഏത് രാജ്യത്തിന്റെ ആണെന്ന് ഓർത്തു വെക്കുക? നെതർലാൻഡ്സിന്റെ ആണ്. അപ്പോൾ നെതർലാൻഡ്സിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായിട്ടാണ് അദ്ദേഹം നിയമിതനായിരിക്കുന്നത്. അപ്പോൾ ആരാണെന്ന് ഓർത്തു വെക്കുക? ജോബ് ജെറ്റർ ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത്. 2026 ഫെബ്രുവരിയിലാണ് അദ്ദേഹം നെതർലാൻഡ്സിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ അല്ലെങ്കിൽ നെതർലാൻഡ്സിന്റെ പ്രധാനമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അതിലൂടെ അദ്ദേഹം ഏറ്റവും പ്രായം കുറഞ്ഞ നെതർലാൻഡ്സിന്റെ പ്രധാനമന്ത്രിയായിട്ട് മാറിയിരിക്കുകയാണ്. ഇനി ഒരു അവാർഡാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അവാർഡിന് അർഹനായിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു ബഹുമതി ലഭിച്ചിരിക്കുന്നത് ആർക്കാണ്? നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ് ഈ ഒരു ബഹുമതി ലഭിച്ചിരിക്കുന്നത്. എന്ത് ബഹുമതിയാണെന്ന് നമുക്ക് നോക്കാം. സ്പീക്കർ ഓഫ് ദി, ഓർത്തു വെക്കുക, സ്പീക്കർ ഓഫ് ദി നെസെറ്റ് മെഡൽ എന്നുള്ള ബഹുമതിയാണ് ലഭിച്ചിരിക്കുന്നത്. ഈ ഒരു ബഹുമതി ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. ആരാണ്? നരേന്ദ്രമോദി എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്യുക. ഇനി ഈ ഒരു ബഹുമതി നൽകിയിരിക്കുന്നത് ഏത് രാജ്യത്ത് നിന്നാണ്? ഇസ്രായേലിൽ നിന്നുമാണ്. എവിടെ നിന്നാണ്? ഇസ്രായേൽ ആണെന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. ഇസ്രായേലാണ് ആർക്ക് ഈ ഒരു ബഹുമതി നൽകിയിരിക്കുന്നത്? നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിക്ക് ഈ ഒരു ബഹുമതി നൽകിയത്. അപ്പോൾ ഇസ്രായേലിന്റെ പരമോന്നത പാർലമെന്ററി പുരസ്കാരമാണ് അല്ലെങ്കിൽ പാർലമെന്ററി ബഹുമതിയാണ് ഈ ഒരു സ്പീക്കർ ഓഫ് ദി നെസെറ്റ് എന്നുള്ള ഈ ഒരു മെഡൽ. ഓക്കെ, അപ്പോൾ എന്താണെന്ന് ഓർത്തു വെക്കുക? ഇസ്രായേലിന്റെ പരമോന്നത പാർലമെന്ററി ബഹുമതിയായിട്ടുള്ള ഈ ഒരു അവാർഡ് ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? നരേന്ദ്രമോദിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു അവാർഡ് തന്നെയുണ്ട് നെസെറ്റ് എന്നുള്ളത്. അതായത് അവിടുത്തെ ഇസ്രായേലിന്റെ പാർലമെന്റ് അല്ലെങ്കിൽ ആ ഒരു സഭയാണ് നെസെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്പീക്കർ ആരാണെന്ന് കൂടി നമുക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. അതായത് ഇസ്രായേലിന്റെ സ്പീക്കർ ആരാണെന്ന് കൂടി നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഇസ്രായേലിന്റെ പാർലമെന്റ് സ്പീക്കർ ആയിട്ടുള്ള അമീർ ഒഖാനയാണ്. അപ്പോൾ അദ്ദേഹമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഈ ഒരു മെഡൽ സമ്മാനിച്ചത് അല്ലെങ്കിൽ നൽകിയത് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്യുക. ഇനി ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ആരാണെന്ന് നമുക്കറിയാം. ബെഞ്ചമിൻ നെതന്യാഹു ആണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി. ആ കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. അടുത്തതൊരു വേദിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വേദി ന്യൂഡൽഹിയാണ് കേട്ടോ. ന്യൂഡൽഹിയാണ് വേദിയായി വരുന്നത്. എന്തിന്റെ വേദിയാണ്? തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ ദേശീയ വട്ടമേശ സമ്മേളനം 2026 വേദി എവിടെയാണ്? ന്യൂഡൽഹിയാണ് കേട്ടോ. ന്യൂഡൽഹിയാണ് വേദിയായി വരുന്നത്. എന്തിന്റെ വേദിയാണെന്ന് ഓർത്തു വെക്കുക? തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ ദേശീയ വട്ടമേശ സമ്മേളനം 2026 വേദിയാണ്. എവിടെയാണ് വേദിയാവുന്നത്? ന്യൂഡൽഹിയാണ് വേദിയാവുന്നത്. അപ്പോൾ ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇത്തരത്തിലൊരു വട്ടമേശ സമ്മേളനം 27 വർഷങ്ങൾക്ക് ശേഷമാണ് നടക്കുന്നത്. 27 വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു വട്ടമേശ സമ്മേളനം നടക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ ദേശീയ വട്ടമേശ സമ്മേളനമാണെന്ന്. അപ്പോൾ ഇതിൽ പങ്കെടുക്കുന്നത് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയും അതേപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരും എല്ലാവരും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു വട്ടമേശ സമ്മേളനം നടക്കുന്നത്. ഇത്തരത്തിലൊരു വട്ടമേശ സമ്മേളനം ഇതിനു മുമ്പ് നടന്നത് 1999 എന്നാണ്. 1999 ഇതിനു മുമ്പ് ഇത്തരത്തിലൊരു വട്ടമേശ സമ്മേളനം നടന്നത്. അതിനുശേഷം 27 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു വട്ടമേശ സമ്മേളനം നടക്കുന്നത്. അത് 2026 എവിടെയാണ് വേദിയാവുന്നത്? ന്യൂഡൽഹിയാണ് വേദിയാവുന്നത്. ഇനി ഈ ഒരു സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? അത് നമ്മുടെ ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിട്ടുള്ള ഗ്യാനേഷ് കുമാർ ആണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഗ്യാനേഷ് കുമാർ ആണ്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതേപോലെ മറ്റ് 2 കമ്മീഷണർമാർ കൂടിയുണ്ട്, തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ കൂടിയുണ്ട്. അത് ആരൊക്കെയാണെന്ന് നമുക്കറിയാം. സുഖ്ബീർ സിംഗ് സന്ധുവും അതേപോലെ തന്നെ
എന്താണ് വിവേക് ജോഷിയുമാണ്. അപ്പോൾ ഇവരുടെ സാന്നിധ്യത്തിലാണ് എന്താണ് ഈ ഒരു സമ്മേളനം നടക്കുന്നത്. സമ്മേളനത്തിന്റെ വേദി എവിടെയാണ്? ന്യൂഡൽഹിയാണ്. ഇനി ഒരു പദ്ധതിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പദ്ധതിയുടെ പേര് ഇതാണ് ബംഗ്ലാർ യുവസാത്തി. എന്താണ്? ബംഗ്ലാർ യുവസാത്തി എന്നുള്ള പദ്ധതിയാണ്. അപ്പോൾ ഈ പേരിൽ നിന്ന് തന്നെ കണക്ട് ചെയ്യാം. ഈ ഒരു പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാളാണ് കേട്ടോ. എന്താണ്? പശ്ചിമ ബംഗാൾ അടുത്തിടെ ആരംഭിച്ച ഒരു പദ്ധതിയാണ് എന്താണ്? ബംഗ്ലാർ. ഓർത്തു വെക്കുക, ബംഗ്ലാർ യുവസാത്തി എന്നുള്ള ഈ ഒരു പദ്ധതി. അപ്പോൾ പദ്ധതി എന്തിനു വേണ്ടിയിട്ടാണെന്ന് നമുക്ക് നോക്കാം. ജോലിയില്ലാത്തവർക്ക്, അതായത് തൊഴിലില്ലാത്തവർക്ക് തൊഴിലില്ലായ്മ വേതനം നൽകുന്ന ഒരു പദ്ധതിയാണ്. എന്താണ്? ജോലിയില്ലാത്തവർക്ക് തൊഴിലില്ലായ്മ വേതനം നൽകുന്ന ഒരു പദ്ധതിയാണ് എന്താണ്? ബംഗ്ലാർ യുവസാത്തി എന്നുള്ള ഈ ഒരു പദ്ധതി. അപ്പോൾ ഈ പദ്ധതി അടുത്തിടെ ആരംഭിച്ച സംസ്ഥാനം ഏതാണെന്ന് ഓർത്തു വെക്കുക, പശ്ചിമ ബംഗാളാണ്. അപ്പോൾ ഇതിനോടകം തന്നെ നമ്മൾ നിരവധി പല സംസ്ഥാനങ്ങളുടെയും ഇത്തരത്തിൽ എന്താണ് ഈ ഒരു യുവജനങ്ങൾക്ക് പല വിധത്തിൽ അല്ലെങ്കിൽ സ്ത്രീകൾക്കൊക്കെ പല വിധത്തിൽ തൊഴിൽ വേതനം അല്ലെങ്കിൽ എന്താണ് ഈ ഒരു തൊഴിലില്ലായ്മ കാരണമുള്ള ധനസഹായ പദ്ധതികളൊക്കെ പഠിച്ചിട്ടുണ്ട്. അവയോടൊപ്പം ഇതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കുക. എന്താണ്? ബംഗ്ലാർ യുവ സാത്തി എന്നുള്ള പദ്ധതിയാണ്. പദ്ധതി ഏത് സംസ്ഥാനത്താണ് ആരംഭിച്ചിരിക്കുന്നത്? പശ്ചിമ ബംഗാളിലാണ് ആരംഭിച്ചിരിക്കുന്നത്. ഇനി പശ്ചിമ ബംഗാളിലെ നിലവിലെ മുഖ്യമന്ത്രി ആരാണെന്ന് നമുക്കറിയാം, മമതാ ബാനർജിയാണ്. അടുത്തത് മറ്റൊരു വേദിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഷെഗാവാണ് വേദിയാവുന്നത്. മഹാരാഷ്ട്രയിലെ ഷെഗാവാണ് വേദിയാവുന്നത്. എന്തിന്റെ വേദിയാണ്? ദേശീയ ആരോഗ്യമേള 2026 വേദിയാണ് കേട്ടോ. എന്താണ്? ദേശീയ ആരോഗ്യമേള 2026 വേദി എവിടെയാണ്? ഷെഗാവാണ്. മഹാരാഷ്ട്രയിലെ ഷെഗാവിൽ വെച്ചാണ് ഈ ഒരു മേള നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ആയുഷ് മന്ത്രാലയവും അതേപോലെ അഖിലേന്ത്യ ആയുർവേദ കോൺഗ്രസും കൂടി സഹകരിച്ചുകൊണ്ടാണ് ഈ ഒരു മേള സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഇതിന്റെ വേദി എവിടെയാണ്? നമ്മൾ പറഞ്ഞു, മഹാരാഷ്ട്രയിലെ ഷെഗാവാണ് വേദിയാവുന്നത്. അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംയോജിത ലിഥിയം അയൺ ബാറ്ററി ഗിഗാ ഫാക്ടറി നിലവിൽ വരുന്നത് എവിടെയെന്നാണ്. അപ്പോൾ ഓർത്തു വെക്കാം, ആന്ധ്രാപ്രദേശിലാണ്. എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ് ഇത്തരത്തിലൊരു ഫാക്ടറി നിലവിൽ വരുന്നത്. അപ്പോൾ എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സംയോജിത ലിഥിയം അയൺ ബാറ്ററി ഗിഗാ ഫാക്ടറിയാണ് നിലവിൽ വരുന്നത്. അപ്പോൾ ആന്ധ്രാപ്രദേശിലാണ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുക, ഇന്ത്യയിലെ ശുദ്ധ ഊർജ്ജ ഉൽപാദനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് വാരി എനർജീസ് ആണ് ഇത് വികസിപ്പിക്കുന്നത്. ആരാണെന്ന് ഓർത്തു വെക്കുക, വാരി എനർജീസ്. എന്താണ്? വാരി എനർജീസ് ആണ് എന്താണ് ഈ ഇത്തരത്തിലൊരു ഗിഗാ ഫാക്ടറി വികസിപ്പിക്കുന്നത്. അപ്പോൾ ഇത് എവിടെയാണ് നിലവിൽ വരുന്നത്? ആന്ധ്രാപ്രദേശിലാണ് നിലവിൽ വരുന്നത്. അടുത്തൊരു പദ്ധതിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പദ്ധതിയുടെ പേര് ഇതാണ് 1GB ദീദി. എന്താണ്? 1GB ദീദി എന്നുള്ള പദ്ധതിയാണ്. അപ്പോൾ ഈ ഒരു പദ്ധതി ആരംഭിച്ച ടൈഗർ റിസർവ് ഏതാണെന്ന് നമുക്ക് ഓർത്തു വെക്കാം. പലമാവു ടൈഗർ റിസർവ് ആണ്. എന്താണ്? പലമാവു ടൈഗർ റിസർവ് ആണ് ഇത്തരത്തിലൊരു പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ ജാർഖണ്ഡിലാണ് ഈ ഒരു ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള കാര്യം ആദ്യം തന്നെ ഒന്ന് നോട്ട് ചെയ്യുക. ഇനി എന്താണ് ഈ പദ്ധതി എന്ന് വെച്ചാൽ, വിദ്യാസമ്പന്നരായിട്ടുള്ള സ്ത്രീകളെ PTR അംബാസഡർമാരാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ജാർഖണ്ഡിലെ ഗ്രാമങ്ങളിൽ അവതരിപ്പിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണിത്. അപ്പോൾ ഈ ഒരു പദ്ധതി ആരാണ് ആവിഷ്കരിച്ചത് അല്ലെങ്കിൽ കൊണ്ടുവന്നത് ആരാണെന്ന് ഓർത്തു വെക്കുക, പലമാവു ടൈഗർ റിസർവ് ആണ്. എന്താണ് പദ്ധതിയുടെ പേരെന്ന് നമ്മൾ പറഞ്ഞു? 1GB ദീദി എന്നാണ്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. എന്താണ്? ദീദി സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ്, വിദ്യാസമ്പന്നരായിട്ടുള്ള സ്ത്രീകളെ ഇത്തരത്തിലൊരു PTR ആക്കുന്നതിന് വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ പരിശീലനം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. അപ്പോൾ ഈ ഒരു പദ്ധതി ആരംഭിച്ച ടൈഗർ റിസർവ് ജാർഖണ്ഡിലെ പലമാവു ടൈഗർ റിസർവ് ആണ്. അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. വേൾഡ് ഓഷ്യൻ സയൻസസ് കോൺഗ്രസ് 2026 വേദി എവിടെയെന്നാണ്. അപ്പോൾ ഓർത്ത് വെക്കാം, ഡൊണാപൗല. എന്താണ്? ഡൊണാപൗല എന്നുള്ള സ്ഥലത്ത് വെച്ചാണ് നടക്കുന്നത്. അപ്പോൾ ഗോവയിലെ പനാജിയിലെ ഡൊണാപൗല എന്നുള്ള സ്ഥലത്ത് വെച്ചാണ് വേൾഡ് ഓഷ്യൻ സയൻസ് കോൺഗ്രസ് 2026 നടക്കുന്നത്. അപ്പോൾ ഇതിനൊരു പ്രമേയം കൂടിയുണ്ട്. അപ്പോൾ പ്രമേയം കൂടി നമുക്കൊന്ന് പഠിച്ചു വെക്കാം. ഓഷ്യൻ ഹെൽത്ത് ആൻഡ് സസ്റ്റൈനബിൾ ഫ്യൂച്ചർ എന്നുള്ളതാണ് 2026 എന്താണ് വേൾഡ് ഓഷ്യൻ സയൻസ് കോൺഗ്രസിന്റെ പ്രമേയമായി വരുന്നത്. എന്താണ്? ഓഷ്യൻ ഹെൽത്ത് ആൻഡ് സസ്റ്റൈനബിൾ ഫ്യൂച്ചർ എന്നുള്ളതാണ്. അപ്പോൾ വേദി എവിടെയാണ്? നമ്മൾ പറഞ്ഞു, ഗോവയിലെ ഡൊണാപൗലയിൽ വെച്ചിട്ടാണ് വേദിയാവുന്നത് ഈ ഒരു കോൺഗ്രസ് നടക്കുന്നത്. ഇനി ഗോവയുടെ മുഖ്യമന്ത്രി ആരാണെന്ന് നമുക്കറിയാം, പ്രമോദ് സാവന്ത് ആണ് ഗോവയുടെ മുഖ്യമന്ത്രി. ഇനി ഒരു അഭ്യാസത്തിന്റെ വേദിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഏതിന്റെയാണെന്ന് ഓർത്തു വെക്കാം, വജ്രപ്രഹാർ. എന്താണ്? വജ്രപ്രഹാർ 2026 വേദി എവിടെയെന്നാണ് ഓർത്തു വെക്കാം, ഹിമാചൽ പ്രദേശ് ആണ്. എന്താണ്? ഹിമാചൽ പ്രദേശിൽ വെച്ചിട്ടാണ് വജ്രപ്രഹാർ 2026 നടക്കുന്നത്. ഇനി ഏതൊക്കെ രാജ്യങ്ങളുടെ സൈന്യമാണ് ഇതിൽ പങ്കെടുക്കുന്നത് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്യാം. ഇന്ത്യയുടെയും അതേപോലെ US-ന്റെയും ആണ്. എന്താണ്? ഇന്ത്യയുടെയും അതേപോലെ US-ന്റെയും സൈന്യമാണ് വജ്രപ്രഹാർ എന്നുള്ള ഈ ഒരു അഭ്യാസത്തിൽ പങ്കെടുക്കുന്നത്. 2026 ഈ ഒരു അഭ്യാസത്തിന്റെ വേദി എവിടെയാണെന്ന് ഓർത്തു വെക്കുക, ഹിമാചൽ പ്രദേശ് ആണ്. ഇനി മറ്റൊരു സൈനിക അഭ്യാസത്തിന്റെ വേദി കൂടി നമുക്ക് പരിചയപ്പെടാം, ധർമ്മ ഗാർഡിയൻ. എന്താണ്? ധർമ്മ ഗാർഡിയൻ 2026 വേദി എവിടെയാണ്? ഉത്തരാഖണ്ഡ് ആണ്. എന്താണ്? ഉത്തരാഖണ്ഡിൽ വെച്ചാണ് ധർമ്മ ഗാർഡിയൻ 2026 നടക്കുന്നത്. അപ്പോൾ 2026 ഇതിന്റെ 7ാമത്തെ പതിപ്പാണ് നടക്കുന്നത്. 7ാമത്തെ പതിപ്പാണ് നടക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ധർമ്മ
ധർമ്മ ഗാഡിയൻ 7ാമത് പതിപ്പ് 2026 നടക്കുന്നത് എവിടെ വെച്ചാണ്? ഉത്തരാഖണ്ഡിൽ വെച്ചാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ വജ്രപ്രഹാറിന്റെ 16ാമത്തെ പതിപ്പാണ് കേട്ടോ, അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. വജ്രപ്രഹാർ എന്നാണ് 16ാമത്തെ പതിപ്പാണ് 2026 നടക്കുന്നത്. ഇനി ധർമ്മ ഗാർഡിയൻസിന്റെ 7ാമത്തെ പതിപ്പാണ് 2026 നടക്കുന്നത്. എവിടെ വെച്ചാണ് നടക്കുന്നത്? ഉത്തരാഖണ്ഡിൽ വെച്ചാണ് നടക്കുന്നത്. ഇനി ഏതൊക്കെ രാജ്യങ്ങളാണ് ഈ ഒരു അഭ്യാസത്തിൽ പങ്കെടുക്കുന്നത്? ഇന്ത്യയുടെയും അതേപോലെ ജപ്പാനിന്റെയുമാണ്. ജപ്പാനിന്റെയും സൈന്യമാണെന്നാണ് ഈ ഒരു ഉത്തരാഖണ്ഡിൽ വെച്ച് നടക്കുന്ന ധർമ്മ ഗാർഡിയൻ 2026 പങ്കെടുക്കുന്നത്. അപ്പോൾ വേദി എവിടെയാണെന്ന് ഓർത്ത് വെക്കുക, ഉത്തരാഖണ്ഡാണ്. അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. അടുത്തിടെ ഈജിപ്തിലെ സഫാഗ സന്ദർശിച്ച ഇന്ത്യൻ നാവികസേന കപ്പൽ ഏതെന്നാണ്? INS സുദർശിനിയാണ് കേട്ടോ. എന്താണ്? INS സുദർശിനിയാണ്. എവിടെയാണ് സന്ദർശനം നടത്തിയത്? ഈജിപ്തിലെ സഫാഗയാണ് സന്ദർശിച്ചിരിക്കുന്നത്. അപ്പോൾ ഓർത്ത് വെക്കാം ലോകയാൻ. എന്താണ്? ലോകയാൻ ഓർത്ത് വെക്കുക. ലോകയാൻ 26 എന്താണ്? ലോകയാൻ 26 എന്നുള്ള ഈ ഒരു പര്യടനത്തിന്റെ ഭാഗമായിട്ടാണ് INS സുദർശിനി എവിടെ സന്ദർശിച്ചത്? ഈജിപ്തിലെ സഫാഗ സന്ദർശിച്ചത്. അപ്പോൾ ഓർത്ത് വെക്കുക എന്താണ്? ലോകയാൻ 26 എന്നുള്ള ഈ ഒരു പര്യടനത്തിന്റെ ഭാഗമായിട്ടാണ് സന്ദർശനം നടത്തിയത്. ഇന്ത്യൻ നാവികസേന ഈ ഒരു സന്ദർശനം നടത്തിയ ഇന്ത്യൻ നാവികസേന കപ്പൽ ഏതാണെന്ന് ഓർത്ത് വെക്കുക? INS സുദർശിനിയാണ്. അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർക്രാഫ്റ്റ് പദ്ധതിയുടെ ഭാഗമായിട്ട് ഇന്ത്യ കമ്മീഷൻ ചെയ്യുന്ന 3ാമത്തെ കപ്പൽ ഏതെന്നാണ്? അപ്പോൾ ഓർത്ത് വെക്കാം INS അഞ്ജദീപ് ആണ് കേട്ടോ. എന്താണ്? INS അഞ്ജദീപ് ആണ്. അപ്പോൾ എന്താണ് പ്രത്യേകത? ഏത് പദ്ധതിയുടെ ഭാഗമായിട്ടാണ്? ആന്റി സബ്മറൈൻ വാർഫെയർ. എന്താണ്? വാർഫെയർ ഷാലോ വാട്ടർക്രാഫ്റ്റ് പദ്ധതിയുടെ ഭാഗമായിട്ട് ഇന്ത്യ കമ്മീഷൻ ചെയ്യാൻ പോകുന്ന മൂന്നാമത്തെ കപ്പലാണ് എന്താണ്? INS അഞ്ജദീപ് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. അപ്പോൾ 2026 ഫെബ്രുവരി അവസാനത്തിലാണ് ഈ ഒരു കമ്മീഷനിങ് നടക്കുന്നത്. ചെന്നൈയിൽ വെച്ചിട്ടാണ് എന്താണ് ഈ ഒരു കമ്മീഷനിങ് നടത്തുന്നത്. അപ്പോൾ ഓർത്ത് വെക്കുക ഇന്ത്യ കമ്മീഷൻ ചെയ്യുന്ന 3ാമത്തെ കപ്പലാണ് ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർക്രാഫ്റ്റ് പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള 3ാമത്തെ കപ്പലാണ് INS അഞ്ജദീപ്. ഇനി നമ്മൾ നോക്കുന്നത് ഒരു ഭാഗ്യചിഹ്നമാണ്. 6ാമത് ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് 2026 ഭാഗ്യചിഹ്നം എന്താണ്? ഷീൻ ഇ ഷീ ആണ്. എന്താണ്? ഷീൻ ഇ ഷീ എന്നുള്ളതാണ്. ഷാൻ എന്നും പറയപ്പെടും. എന്താണ്? ഷാൻ എന്നും പറയപ്പെടും. അപ്പോൾ എന്താണ് പ്രത്യേകത? എന്തിന്റെ ഭാഗ്യചിഹ്നമാണ്? 6ാമത് ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ എന്താണ് ഭാഗ്യചിഹ്നമാണ്? എന്താണ്? ഷീൻ ഇ ഷീ എന്നുള്ള ഷാൻ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇത് ഏത് മൃഗമാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. ഹിമപ്പുലിയാണ് കേട്ടോ. ഇതൊരു ഹിമപ്പുലിയാണ്. അപ്പോൾ വിന്റർ ഗെയിംസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇതെന്താണ്? ഒരു ഹിമപ്പുലിയാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. ഇനി ഈ ഒരു വിന്റർ ഗെയിംസിന്റെ വേദി എവിടെയാണെന്ന് കൂടി നമുക്കൊന്ന് നോട്ട് ചെയ്ത് പഠിക്കാം. ജമ്മു കാശ്മീരിലെ ഗുൽമാർഗും അതേപോലെ തന്നെ ലഡാക്കുമാണെന്നാണ് ഈ ഒരു വിന്റർ ഗെയിംസിന്റെ വേദിയായിട്ട് മാറുന്നത്. അപ്പോൾ 2026 6ാമത് ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ വേദി എവിടെയൊക്കെയാണെന്ന് ഓർത്ത് വെക്കുക. എന്താ? ജമ്മു കാശ്മീരിലെ ഗുൽമാർഗും അതേപോലെ ലഡാക്കുമാണ്. ഇനി വരുന്ന കമ്പനി ബോർഡ് LGS എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലന്റ് അക്കാദമിയുടെ LGS റാങ്ക് ഫയൽ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. ഒരൊറ്റ വോളിയത്തിലായിട്ടാണ് ഈ ഒരു റാങ്ക് ഫയൽ നിങ്ങൾക്ക് ലഭ്യമാവുന്നത്. അപ്പോൾ റാങ്ക് ഫയലുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ തന്നിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഇനി വരുന്ന ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലന്റ് അക്കാദമിയുടെ ഡിഗ്രി ലെവൽ റാങ്ക് ഫയലുകൾ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. 3 വോളിയങ്ങളിലായിട്ടാണ് ഈ ഒരു റാങ്ക് ഫയൽ നിങ്ങൾക്ക് ലഭ്യമാവുന്നത്. SCRT NCRT പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ റാങ്ക് ഫയലുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ തന്നിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഇനി നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ ചർച്ച ചെയ്ത ഒരു അപ്പോയിന്റ്മെന്റ് ആയിരുന്നു. നെതർലാൻഡ്സിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി ആരാണ്? റോബ് ജെറ്റർ ആണ്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് സ്പീക്കർ ഓഫ് ദി നെസറ്റ് മെഡൽ ബഹുമതി ലഭിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരെന്ന് നോക്കി. പ്രധാനമന്ത്രി ആരാണെന്ന് ഓർത്തു വെക്കുക? നരേന്ദ്രമോദിയാണ്. അപ്പോൾ നരേന്ദ്രമോദിക്കാണ് ഈ ഒരു ബഹുമതി ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇസ്രയേലിന്റെ ആണെന്താണ് സ്പീക്കർ ഓഫ് ദി നെസറ്റ് പുരസ്കാരം അല്ലെങ്കിൽ നെസറ്റ് മെഡൽ എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ ദേശീയ വട്ടമേശ സമ്മേളനം 2026 വേദി എവിടെയെന്നാണ്? ന്യൂഡൽഹിയാണ് വേദിയാവുന്നത്. 27 വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു വട്ടമേശ സമ്മേളനം നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പദ്ധതിയാണ് നോക്കിയത്. എന്താണ്? ബംഗ്ലാർ. എന്താണ്? ഓർത്തു വെക്കുക? ബംഗ്ലാർ യുവസാഥി എന്നുള്ള പദ്ധതിയാണ്. അപ്പോൾ ബംഗ്ലാർ യുവസാഥി എന്നുള്ള പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാളാണ്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ദേശീയ ആരോഗ്യമേള 2026 വേദി എവിടെയെന്നാണ്? മഹാരാഷ്ട്രയിലെ ഷെഗാവ് ആണെന്നാണ് വേദിയാവുന്നത്. 2026 ദേശീയ ആരോഗ്യമേളയുടെ വേദി എവിടെയാണ്? ഷെഗാവ് ആണ്. അതിനുശേഷം നമ്മൾ നോക്കിയത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംയോജിത ലിഥിയം അയൺ ബാറ്ററി ഗിഗാ ഫാക്ടറി നിലവിൽ വരുന്നത് എവിടെയെന്നാണ്? ആന്ധ്രാപ്രദേശിലാണ്. വാരി എനർജീസിന്റെ വികസിപ്പിക്കുന്ന എന്താണ് ഒരു ഫാക്ടറിയാണ്. അപ്പോൾ എവിടെയാണ് നിലവിൽ വരുന്നത്? ആന്ധ്രാപ്രദേശിലാണ് നിലവിൽ വരുന്നത്. പിന്നീട് നമ്മൾ നോക്കിയത് ഒരു ടൈഗർ റിസർവ് ആരംഭിച്ചിട്ടുള്ള പദ്ധതിയായിരുന്നു. അപ്പോൾ എന്താണ് പദ്ധതിയുടെ പേര്? വൻചീവി ദീദി എന്നുള്ള പദ്ധതിയാണ് ആരംഭിച്ച ടൈഗർ റിസർവ് ഏതാണ്? പലമാവു. എന്താണ്? പലമാവു ടൈഗർ റിസർവ് ആണ് ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ ജാർഖണ്ഡിലാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു. വേൾഡ് ഓഷൻ സയൻസ് കോൺഗ്രസ് 2026 വേദി എവിടെയെന്നാണ്? ഓർത്തു വെക്കുക? ഡൊണാ പൗലയാണ്. എന്താണ്? ഡൊണാ പൗലയാണ് വേദിയാവുന്നത്. എന്താണ്? വേൾഡ് ഓഷൻ സയൻസ് കോൺഗ്രസിന്റെ 2026 വേദിയാണ് ഗോവയിലെ ഡൊണാ
പോലെയാണ് വേദിയാവുന്നത്. പിന്നീട് നമ്മൾ നോക്കിയത് ഒരു അഭ്യാസത്തിന്റെ വേദിയായിരുന്നു. വജ്ര പ്രഹാർ 2026 വേദി എവിടെയാണ്? ഹിമാചൽ പ്രദേശാണ് വേദിയാവുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് ഇന്ത്യയും US-ഉമാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് മറ്റൊരു സൈനിക അഭ്യാസത്തിന്റെ വേദിയായിരുന്നു. എന്താണ്? ധർമ്മ ഗാർഡിയൻ 2026 വേദി എവിടെയാണ്? ഉത്തരാഖണ്ഡാണ്. ഇതിൽ പങ്കെടുക്കുന്നത് ഇന്ത്യയും ജപ്പാനുമാണ്. അതിനുശേഷം നമ്മൾ നോക്കിയ പോയിന്റ്, അടുത്തിടെ ഈജിപ്തിലെ സഫാഗ സന്ദർശിച്ച ഇന്ത്യൻ നാവികസേന കപ്പൽ ഏതെന്നാണ്? INS സുദർശിനിയാണ്. അപ്പോൾ എന്താണ്? ലോകയാൻ 26 എന്നുള്ള ഈ ഒരു പര്യടനത്തിന്റെ ഭാഗമായിട്ടാണ് സന്ദർശനം നടത്തിയത്. പിന്നീട് നമ്മൾ നോക്കിയത് ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് പദ്ധതിയുടെ ഭാഗമായിട്ട് ഇന്ത്യ കമ്മീഷൻ ചെയ്യുന്ന മൂന്നാമത്തെ കപ്പൽ ഏതെന്നാണ്? ഓർത്തുവെക്കുക, INS അഞ്ജദീപ് ആണ് കേട്ടോ. എന്താണ്? INS അഞ്ജദീപ് എന്നുള്ള കപ്പലാണ്. പിന്നെ നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു, 6ാമത് ഖേലോ ഇന്ത്യ. എന്താണ്? 6ാമത് ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് 2026 ഭാഗ്യചിഹ്നം എന്തെന്നാണ്? ഷാൻ എന്നുള്ള എന്താണ്? ഒരു ഹിമപ്പുലിയാണ്. ഷീ എന്നും അറിയപ്പെടും. അപ്പോൾ എന്താണ്? ഇതൊരു ഹിമപ്പുലിയാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഇനി ഒരു വിന്റർ ഗെയിംസിന്റെ വേദി വരുന്നത് എന്താണ്? ഗുൽമാർഗും അതേപോലെ തന്നെ ലഡാക്കുമാണ്. കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. ശരിയുത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം ഇതാണ്, കേരള സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിനായി രൂപീകരിച്ച 12ാമത് ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ ചെയർമാനായി നിയമിതനായത് ആരെന്നാണ്? ഓപ്ഷൻ എ ജയതിലക്, ഓപ്ഷൻ ബി VP ജോയി, ഓപ്ഷൻ സി ശ്രീലത സുകുമാരൻ, ഓപ്ഷൻ ഡി K വാസുകി. അടുത്ത ചോദ്യം ഇതാണ്, അടുത്തിടെ ഹൈക്കോടതി ഇടപെടലിലൂടെ വാർത്തകളിൽ ഇടം നേടിയ കോട്ടൂളി തണ്ണീർത്തടം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതെന്നാണ്? ഓപ്ഷൻ എ എറണാകുളം, ഓപ്ഷൻ ബി ആലപ്പുഴ, ഓപ്ഷൻ സി കോഴിക്കോട്, ഓപ്ഷൻ ഡി കൊല്ലം. അപ്പോൾ ശരിയുത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു, കേരളത്തിലെ ആദ്യത്തെ ഉഡാൻ യാത്രി കഫേ നിലവിൽ വന്ന വിമാനത്താവളം ഏതെന്നായിരുന്നു ചോദ്യം. ശരിയുത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, തിരുവനന്തപുരം വിമാനത്താവളമാണ്. അടുത്ത ചോദ്യം ഇതായിരുന്നു, 2026 ഫെബ്രുവരിയിൽ പ്രസിദ്ധീകരിച്ച സംസ്ഥാനത്തെ SIR അന്തിമ വോട്ടർ പട്ടിക പ്രകാരം ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള നിയോജക മണ്ഡലം ഏതെന്നായിരുന്നു? ഓപ്ഷൻ സി ആണ് ശരിയുത്തരം, തിരൂരാണ് കേട്ടോ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്നായി പഠിക്കുക, നന്നായി മുന്നേറുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം.